താങ്കൾ നമസ്കാരം, വിഷ്ണു കൊച്ചിക്കാനാണ്. താങ്കളിപ്പോൾ ഈ ഇടയ്ക്ക് കുരങ്ങാക്കിയിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു മണവാളൻ. അതായത് ഫ്രാങ്ക് പോലെ. ഫ്രാങ്കാണെന്ന് പുള്ളി പറഞ്ഞില്ല അതിനകത്ത്. താങ്കൾ എന്നോടും പറഞ്ഞത് ഫ്രാങ്ക് അല്ല. താങ്കൾ എന്നോട് പറഞ്ഞത് ഫ്രാങ്ക് അല്ല, മണവാളനെ അത് എന്നോട് വിളിച്ച് പറഞ്ഞു ഓക്കെയാണ്, ചിലപ്പോൾ അത് കല്യാണമാവെന്നും പറഞ്ഞാണ് താങ്കൾ എന്നോട് പറഞ്ഞത്. താങ്കൾ എന്നോട് പറഞ്ഞാലും ഞാൻ പറയുന്നു. പക്ഷെ അത് തനിക്കുണ്ടായില്ലല്ലോ. താൻ എന്നോട് പറഞ്ഞത് ഇത് ഫ്രാങ്ക് അല്ലെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ? അപ്പൊ ആ പെൺകുട്ടി അത് മണവാളുടെ ഏത് വീഡിയോ എടുത്താലും അത് ഫ്രാങ്ക് ആണത്. അപ്പൊ അത് അതിന്റേതായ രീതിയിൽ കണ്ടാ പോലെ. താങ്കൾ അത് സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യം. പറഞ്ഞത് പെൺകുട്ടി 19 വയസ്സായിട്ടുള്ളു, പുള്ളിക്കാരത്തി 22 വയസ്സേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ കെട്ടിക്കുന്നില്ല. അതും അലിൻ ജോസ് പെരേരയെ കൊണ്ട് കെട്ടിക്കാനാണ് പുള്ളിക്ക് താല്പര്യമില്ലെന്നാ അച്ഛൻ പറഞ്ഞു. അതിപ്പോ ഏത് വീട്ടുകാരും അമ്മമാരും അച്ഛന്മാരെല്ലാം ആഗ്രഹിക്കൂലേ നല്ലൊരു പയ്യനൊക്കെ. ഇപ്പൊ അവര് അല്ല അങ്ങനല്ല, അവരുള്ളിൽ ചിലപ്പോൾ അവരുള്ളിൽ ചില ഡോക്ടറോ എഞ്ചിനീയറോ സർക്കാർ ജീവനക്കാരോ ഒക്കെ ആയിരിക്കാം. ഒരു നടനെ നിങ്ങൾക്ക് മതിയെങ്കിൽ ഞാൻ കെട്ടാം. അതെ, ഒരു നടനാണെങ്കിൽ കാരണം നമ്മള് ഇപ്പോ സിനിമയില് നമുക്കൊരു സ്പേസ് കുറവാണെങ്കിലും നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ സിനിമ ഒരുക്കുന്നുണ്ട്. ഒരുപാട് ചർച്ചകളുണ്ട് അതിന്റെ. സിനിമ ഷൂട്ട് തുടങ്ങുമല്ലോ. ഇപ്പൊ ചെയ്തു വെച്ച പടങ്ങൾ തിയേറ്ററിൽ ഇറങ്ങാനുണ്ട്, അതിന്റെ ഡബിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഉള്ളിൽ നടനാണെന്ന് തന്നെ പറയാം. ബാഡ് ബോയ്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ താങ്കള് പറയുന്നുണ്ടോ അലിൻ ജോസ് പെരേരയ്ക്കും സന്തോഷ് പെരേരയ്ക്കും ഒരു ജന്മത്ത് ഈ 2025 പെണ്ണ് കെട്ടില്ലെന്ന് പറയാനുണ്ടോ? ആര് പറഞ്ഞു? നീ പറയുന്നുണ്ടോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാ, നിങ്ങൾക്ക് പെണ്ണ് കിട്ടുള്ള. അപ്പൊ പിന്നെ ഞങ്ങളുടെ സാധാരണക്കാരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നീ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ സാധാരണക്കാരുടെ രീതിയിലാണെങ്കിൽ ഞാൻ പറയാ, നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടില്ല. കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടില്ല. കാര്യം നിങ്ങൾ ഇപ്പൊ എനിക്കായാലും ഇതിന്റെ പുറകിലൊരു ജോബ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയല്ലേ, ഒരു കാര്യം പറയാം. ഇപ്പൊ എനിക്കായാലും ക്യാമറ മാറ്റിക്കഴിഞ്ഞാൽ ഞാനൊരു നേരെ ഒരു കാക്കി ഷർട്ട് ഇട്ട് നേരെ ഓട്ടോ ഓടിക്കാൻ പോകും. ഇപ്പൊ അലിൻ ജോസ് പെരേര ആറാട്ടണ്ണ ക്യാമറ മാറ്റിക്കഴിഞ്ഞാൽ ഇതേ ഡ്രസ്സ് ഇട്ട് നേരെ വീട്ടിൽ പോയി കിടക്കും. ഇതേ ഡ്രസ്സ് ഇട്ടിട്ട് നേരെ എടുത്ത് സിനിമ തിയേറ്ററിലേക്ക് വരും. അപ്പൊ തമ്മിൽ വ്യത്യാസങ്ങൾ അവിടെ വരുന്നുണ്ട്. ഞാൻ സിനിമ തിയേറ്ററിലേക്ക് മാത്രമല്ല, ഇപ്പൊ അമൃതയിൽ വരെ ഷോകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയാം. എന്റെ കാര്യത്തില് മാറ്റിവെച്ച ഒരു ജീവിതമാർഗം ചൂസ് ചെയ്യാനാണെങ്കിൽ അലിൻ ജോസ് എന്ത് ജീവിതമാർഗം ബ്രോ, നമുക്കിപ്പോ പണിക്ക് ഞാൻ പോകത്തില്ല. കാരണം എനിക്കറിയില്ലല്ലോ. ഞാൻ ഒരുപാട് ജോലികൾ ഞാൻ ട്രൈ ചെയ്ത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. കാരണം ഞാൻ പെയിന്റ് അടിക്കാനായിട്ട് ശ്രമിച്ചു. അത് പെയിന്റിന്റെ പണി കൂടെ വർക്ക് ചെയ്യുന്ന പണി എന്റെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയതാണ് വർക്ക് വന്നപ്പോഴേ. അല്ലാണ്ട് വേറെ ഇടത്തും പോകാനായിട്ട് ആരും കേട്ടില്ല. അതല്ല, നമ്മള് സ്വന്തം വീട്ടിൽ തന്നെ നമ്മൾ വരുമ്പോ പണിക്ക് അല്ല അതും ചെയ്തിട്ട് കറക്റ്റ് ആയില്ലെന്ന് അവര് പറഞ്ഞു. മനസ്സിലായോ? മാന്യമായിട്ടൊരു ബ്രഷ് മേടിച്ച് അടിക്കാൻ കൂടി എനിക്ക് അറിയില്ല. പിന്നെ ഇലക്ട്രിക് വയറിങ് അറിയില്ല, പ്ലംബിങ് അറിയില്ല, കൽപ്പണി അറിയില്ല, സിമെന്റ് മര്യാദക്ക് ഓരോ റേഷ്യോ നോക്കിയിട്ട് വെള്ളം കൂട്ടി ചേർക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് കാര്യസ്ഥ പണിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വീട്ടിലേക്ക് കാര്യസ്ഥനാക്കി നിർത്താറില്ലല്ലോ. എന്തോ മാനേജർ അല്ല ഞാൻ പറഞ്ഞ. ഇപ്പോ വലിയ വീടുകളില് എല്ലാം നോക്കി ഒരാളെ നിർത്താൻ ഈ ജോലി ഈ ക്വാളിഫിക്കേഷൻ നോക്കിയല്ല, വലിയ പാരമ്പര്യമാണ്. ലൈസൻസ് ഉണ്ട്. അപ്പൊ ഡ്രൈവറായിട്ട് പോയി കൂടെ എവിടെയെങ്കിലും? ഇപ്പൊ കൊച്ചിക്കാരനുണ്ട്, ആളുടെ കൂടെ ഒരു ഓട്ടോറിക്ഷ തന്നെങ്കിൽ ഓട്ടോറിക്ഷ എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ട് താങ്കൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ താല്പര്യമില്ലാത്തത്? അങ്ങനെയാണെങ്കിൽ വരുമാനമാർഗമുള്ള ജോലിയല്ലേ ചേട്ടാ? പക്ഷെ അതൊരു ഓപ്പൺ ഒരു കുടുംബം മാന്യമായി കൊണ്ടുനടക്കാൻ അത് മതിയടോ. എനിക്ക് അത് താല്പര്യമില്ല. കാരണം എനിക്ക് ഓട്ടോയിനോട് പുച്ഛമായിട്ടൊന്നും അല്ല. കാരണം കുറച്ചുകൂടി എനിക്ക് സേഫ് ആയിട്ട് തോന്നുന്നത് അടച്ചുപൂട്ടിയുള്ള കാറാണ്, ചെറുതാണെങ്കിൽ. യൂബർ ഓടാലോ, വേണേ കാറ് വാടക എടുത്തുതരാം. താങ്കൾ യൂബർ കാർ ഒരു മാസമൊക്കെ ഓടിക്കാൻ താങ്കൾ തയ്യാറാണോ? കാർ ഓടിച്ച് വരുമാനം പക്ഷെ കാറിന് വാടക കൊടുക്കണം. ഡെയിലി ഫെയിം നഷ്ടപ്പെട്ടാൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ എന്തെങ്കിലും മാത്രമല്ല, ഇപ്പൊ അടുത്ത മാസം കാറ് വാങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് കാർ ഓടിച്ച്
അറിയാലോ ചേട്ടന്റെ വണ്ടി ഞാൻ അത് ഓടിക്കാം. ഞാൻ പഠിപ്പിച്ചാലോ, ഞാൻ അങ്ങനല്ല, അത് എനിക്കിപ്പോ ഒരു ധൈര്യം ഇല്ല. കാരണം കാറ് പണ്ട് ലൈസൻസ് എടുത്തപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്ത് അങ്ങനെയായിരുന്നു. കാറും ഓട്ടോറിക്ഷ ഓടിക്കാൻ പ്ലാൻ ചെയ്തു. പിന്നെ ഞാൻ എന്റെ വണ്ടി ഓടിക്കുമ്പോ തന്നെ എന്റെ സ്കൂട്ടർ തന്നെ എനിക്ക് വരെ ഓടിക്കാൻ അറിയാൻ പാടില്ല. താങ്കൾ എന്താണ് പഠിച്ചത്? എന്താണ് താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യത? BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പൊ അതിനുശേഷം അതിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് വേറെ ജോലിക്കൊന്നും നോക്കിയില്ല? അത് ടീച്ചർ ആവാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചർ ആവാനോ? ഈ ഫെയിം വെച്ച് ഇനിയൊന്നും നടക്കില്ലെന്ന് മനസ്സിലായി. അതിന് മുന്നേ തന്നെ ഫെയിമിന് മുന്നേ തന്നെ പലപ്പോഴും ഞാൻ ചെന്നപ്പോഴും പല നോർമൽ ഓഫീസ് ജോബ്, ബാങ്കിലും പിന്നെ സ്കൂള്, അങ്ങനെ പല രീതിയിലൊക്കെ ട്രൈ ചെയ്തപ്പോൾ നോ എന്നാണ് പറഞ്ഞത്. ആ നോയുടെ മുന്നിൽ ഇപ്പോൾ സിനിമയിലെങ്കിലും അത്യാവശ്യം വല്ലപ്പോഴെങ്കിലും ചാൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള റിവ്യൂസിലൊക്കെ വന്നതുകൊണ്ട് ഫെയിം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ബിസിനസ്സൊക്കെ കിട്ടി പോകുന്നു. ഓൺലൈൻ പ്രോഗ്രാംസും ഉണ്ട്, TV പ്രോഗ്രാംസും ഉണ്ട്. ഇനിയിപ്പോൾ ഒരു വരുമാന മാർഗമാണെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നെങ്കിൽ കറക്റ്റായിട്ട് ബിസിനസ് ഒന്നും ഇപ്പോൾ സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്സിലേക്ക് കിടക്കും. ഇപ്പൊ താങ്കളൊരു കാര്യം പറഞ്ഞു, ഈ സിനിമ എന്ന് പറഞ്ഞു, സിനിമയിലും അത് പഠിക്കണം. ഇപ്പൊ ഞാൻ തന്നെ സിനിമയിൽ പോയി പഠിച്ച് അവിടെ സർട്ടിഫിക്കറ്റ് മേടിച്ചതാ. അപ്പൊ താങ്കൾ സിനിമ പഠിച്ചോ? നീ പഠിച്ചിട്ട് എന്തായി? അങ്ങനല്ല, പഠിച്ചിട്ട് എന്തായാലും എനിക്ക് നല്ല ഒരു സിനിമയിൽ ഒരു ചാൻസ് വന്നൊരു വേഷം തന്നാൽ എനിക്കത് ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ പഠിച്ചതാ, ശരിയല്ലേ? അത് താങ്കൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കൾക്കൊരു സാധനം തരാം, താങ്കൾ ഇപ്പൊ അത് ചെയ്ത് കാണിച്ചത് ഒരു ചെറിയ സാധനം ഞാൻ തരാം, താങ്കൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? സങ്കടം, ദേഷ്യം, അതൊക്കെ താങ്കൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു ചെറിയൊരു സാധനം തരാം. അല്ല, ചെറിയൊരു സാധനം, ചെറുത് അല്ല, വേറൊന്നല്ല. ഭർത്താവ് മരിച്ചു കിടക്കണം, ഭർത്താവ് മരിച്ചിട്ട് പോയ ഒരു പെണ്ണ്, ആ പെണ്ണിനെ ആശ്വസിപ്പിക്കുന്ന ഒരു സീനൊന്നും ചെയ്ത് കാണിച്ചു തന്നെ. അവർക്ക് സങ്കടവും ആവരുത്, സന്തോഷവും ആവരുത്, നല്ല രീതിയിൽ തൃപ്തികരമായിട്ടുള്ള ഒരു സംസാരം, അതൊന്ന് സംസാരിച്ച്. അതായത് ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ലക്ഷ്മിയായിട്ട് ഞാൻ നിൽക്കണം. അപ്പൊ ഭർത്താവ് മരിച്ചേക്കണേ, അപ്പൊ താങ്കൾ വന്നിട്ട് എന്നെ വന്ന് സമാധാനിപ്പിക്കണം. തോളത്ത് കഴിയണ ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ച ഇല്ലായിരുന്നു. ഭർത്താവ് മരിച്ച ഒരാഴ്ച, പക്ഷെ ഒരിക്കലും ഒരു പെണ്ണ് സംഭവിക്കില്ല. ഭർത്താവ് മരിച്ച ഒരാഴ്ച ഇല്ലായുള്ളൂ. മേത്ത് കൈവെക്കണ്ട അതാ കൈ പിടിക്കാം, ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോഴും ഒരു ഭർത്താവ് മരിച്ചത് ഒരു ഭാര്യ ഒരിക്കലും സമ്മതിക്കില്ല അവരുടെ മേത്ത് തൊടാനായിട്ട്. അത് നീ മനസ്സിലാക്ക്. ഒരു ഭാര്യ അല്ലേ, ഇപ്പൊ ഭർത്താവ് മരിച്ച ഒരു ഭാര്യയാണ്, ആ ഭാര്യ ഇപ്പം അതിന്റെ വിഷമത്തിൽ നിൽക്കുകയാണ്. ഒരാഴ്ച എൻ്റെ ഭർത്താവ് മരിച്ചിട്ട്, അപ്പൊ ആ ഭർത്താവിന് ആ പെണ്ണിനെ സമാധാനിപ്പിക്കുന്ന സീനാണ് നീ ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനെ നിൽക്കണേ, ഞാനപ്പോൾ ഇതിൽ വിഷമത്തിൽ നിൽക്കുക, ഒരാഴ്ചയായിട്ടുള്ളു. അപ്പൊ നീ വന്ന് എന്നെ ഒന്ന് സമാധാനിപ്പിച്ചേ. പറ. എന്തായാലും പോയവരെ എന്തായാലും തിരിച്ചു വരത്തില്ല, അതോർത്ത് നീ വിഷമിക്കില്ല. നിനക്ക് നിൻ്റെ ബന്ധുക്കളില്ല, നിനക്ക് ഓർമ്മകൾ നമുക്ക് വേണം, പക്ഷേ അത് ഓർത്തുകൊണ്ട് കാര്യമുണ്ട്. നിനക്കൊരു കല്യാണം കഴിച്ചു കൊടുക്കും. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, ഇങ്ങനത്തെ വർത്തമാനം പറയേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക്? ഇങ്ങനെയാണോ ഒരു ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനോട് പറയണം? ഒരാഴ്ചയില്ലായുള്ളൂ. ഒരാഴ്ചയുള്ള എന്തായാലും നിങ്ങൾ വിഷമിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് എന്നിട്ട് എന്താ കാര്യം? ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എൻ്റെ ഭർത്താവ് മരിച്ച് 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെയും എന്നെയും കൂടി താങ്കൾ ഏറ്റെടുക്കുമോ? താങ്കൾ ഏറ്റെടുക്കുമോ? ഭർത്താവ് മരിച്ചു പോയി, അപ്പോൾ എനിക്ക് 2 കുട്ടികളുണ്ട്. താങ്കൾ ഏറ്റെടുക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് എന്നെ ഈ 2 കുട്ടികളെ ഏറ്റെടുക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. താങ്കൾക്ക് അപ്പം എന്താ ജോലി? താങ്കൾക്ക് എന്താണ് ജോലി? എൻ്റെ 2 കുട്ടികളെ നോക്കട്ടെ. ഞാനൊരു ചെറിയൊരു കലാകാരനാണ്. അത് മനസ്സിലായി. ഞാൻ ചോദിച്ചത് ജോലിയാ. കലയാണ് ജോലി, വരുമാനമുണ്ട്. ഉണ്ട്. ബാക്കി എന്താണ് ജോലി, അതിലെന്താ നടക്കുന്നതെന്ന് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടേ കല്യാണം നടത്തുമെങ്കിൽ നമുക്ക് വേണ്ട. മനസ്സിലായോ? നമുക്ക് നേരായ മാർഗത്തിലൂടെയാണ് പണം കണ്ടെത്തുന്നതെന്ന് മനസ്സിലാക്കുമോ നിങ്ങൾ? മനസ്സിലായോ? ഒരു കുടുംബം നടത്തി പോകേണ്ട ഒരു പൈസ എനിക്ക് കിട്ടി പോകുന്നുണ്ട്. എന്നാ കുഴപ്പമില്ല. എന്നാ നിങ്ങൾ ഓക്കെയാണോ ലക്ഷ്മി? ഓക്കെയാണ് രമണേട്ടാ. ഓക്കെ, നാച്ചുറൽ അഭിനയം എന്ന് തന്നെ പറയാം. അതായത് സിമ്പിളായിട്ട്, അതായത് ഭർത്താവ് മരിച്ച് ഒരാഴ്ചയായിട്ടുള്ളൂ. ആ ഒരു പെൺകുട്ടിയോട് ഇവൻ ചോദിക്കുന്ന ചോദ്യമാണ്, താങ്കൾക്ക് വേറെ കല്യാണം കഴിച്ചുകൂടെ?
അപ്പൊ തന്നെ ഇവന്റെ വിശാല മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. അതായത് ഇവൻ ചോദിക്കണ ചോദ്യം എന്താ, ഒരാഴ്ചയായിട്ടുള്ളു. അപ്പൊ ഇവന്റെ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമല്ല അത്, ഇവൻ ജീവിച്ച് കാണിച്ചതാ. അഭിനയമല്ല അത്, ഇതൊരിക്കലും അഭിനയമല്ല. പക്ഷെ ഇതിങ്ങനെ വേണം. അതായത് അഭിനയിച്ചാണെന്ന് തോന്നരുത്, നാച്ചുറൽ ആയിരുന്നു കേട്ടോ, വളരെ നാച്ചുറൽ ആയിരുന്നു. അപ്പൊ ഓക്കെ, അതെ. അപ്പോഴും ഇയാളുടെ ഒരു മനസ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. 2 കുട്ടികളുള്ള അമ്മേനെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതിന് ഞാൻ ഒരു വലിയൊരു ബിഗ് ഷൈക്കൻ തരുന്നതായിരിക്കും. ഇനി സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം, അതായത് വർഷങ്ങളായിട്ട് കാണാത്ത ഒരു, അതായത് ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ വർഷങ്ങളായിട്ട് കാണാത്തൊരു കൂട്ടുകാരനെ നേരിട്ട് കാണുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്തായിരിക്കും? ഇപ്പൊ വിഷ്ണു കൊച്ചിക്കാരൻ 10 കൊല്ലമായിട്ട് ഇവിടെ ഇല്ല. ആ കൂട്ടുകാരനെ ചങ്ക് കൂട്ടുകാരനെ 10 വർഷമായിട്ട് എവിടെ ഇല്ല. അഭിലാഷ് അല്ലല്ല, നിന്റെ പേര് ദവാങ്കോ. അതേണ്ട, അലൻ ജോസ് പെരേര, അഖില് അഖില് നിഖിലും ചങ്ക് കൂട്ടുകാരന്മാരായിരുന്നു. ഇവര് വർഷങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുക. അപ്പൊ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നേക്കുന്നു. അപ്പോൾ ഒരു സാധനം ചെയ്യും. കൊറേ നാളെ അഖിലാണ്, അഖിലല്ല. ഇവന് ഈ പെണ്ണുങ്ങളുടെ വിചാരം മാത്രമേ ഉള്ളൂ. അഖിലേ ഇത്രേ ഉള്ളൂ. സംസാരിക്കണില്ല നീ. എന്താടാ നിന്റെ കല്യാണം എന്തായി? അത് പോട്ടെ, എന്തായി നിന്റെ കാര്യങ്ങള്? ഞാൻ ചെറുതല്ലടാ, നിന്റെ അത്രയും പ്രായമൊന്നുമില്ലല്ലോ. രോമം മാത്രമേ ഉള്ളൂ. നിന്റെ എന്തായി? നിന്റെ എന്തായി കാര്യങ്ങളൊക്കെ? നീ കൊറേ കല്യാണം ആലോചിച്ച് നോക്കണ്ടല്ലോ, വല്ല നടക്കുവോ? നടക്കും. ഈ വർഷം ഉണ്ടാവോ? ഈ മേടത്തിനെങ്കിലും കിട്ടണം. ഈ മേടത്തിനെ മേടം മേടമാസം. ആ മേടമാസം. ഞാൻ പറഞ്ഞ ഈ മേടത്തിനെങ്കിലും കെട്ടണമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ വർഷം ഉണ്ടാവോ കല്യാണം? കല്യാണം ഉണ്ടാവണോ? ഉണ്ടായ കത്തുമായിരിക്കുമല്ലേ? കേരളം കത്തൂല, മിക്കവാറും നീ കത്തും. ഓക്കെ.